നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. യു എ പൗരത്വ വാഗ്ദാനം തട്ടിപ്പ് നടത്തിയ സ്ഥാപനത്തെ അടപ്പിക്കുകയായിരുന്നു. ഇമിഗ്രേഷൻ ഓഫീസ് സാമ്പത്തിക വകുപ്പ് അടപ്പിച്ച് സീൽ വെക്കുകയും ചെയ്തു. പ്രവാസികൾക്ക് യു എ പൗരത്വം നൽകാമെന്ന് പറഞ്ഞായിരുന്നു ഇവർ തട്ടിപ്പ് നടത്തിയത്. ഇമിഗ്രേഷൻ സർവീസ് ഓഫീസിന്റെ ഈ കള്ളത്തരം പൊളിച്ചടുക്കിയത് ഇങ്ങനെ: പൗരത്വം ലഭിക്കാൻ സഹായിക്കാമെന്ന് വ്യാജ വാഗ്ദാനം നൽകുകയായിരുന്നു ഈ ഓഫീസ്. അധികൃതരുടെ അനുമതിയില്ലാതെ ഈ ഓഫീസിൽ നിന്ന് പൗരത്വ അപേക്ഷകൾ സ്വീകരിച്ചിരുന്നതായി ദുബായ് സാമ്പത്തിക വകുപ്പ് വ്യക്തമാക്കി. 10 കോടി ദിർഹം സമ്പാദ്യമുള്ള അപേക്ഷകരിൽ നിന്ന് $10,000 പ്രോസസിംഗ് ഫീസ് എന്ന ഇനത്തിൽ വാങ്ങിയിരുന്നത്. അപേക്ഷകർ നൽകുന്ന വിശദാംശങ്ങൾ പരിശോധിക്കുകയും യോഗ്യരായവരുടെ അപേക്ഷ ബന്ധപ്പെട്ട അധികൃതർക്ക് കൈമാറുകയും ചെയ്യുമെന്നായിരുന്നു വാഗ്ദാനം. ഇത്തരത്തിൽ തെറ്റിദ്ധരിപ്പിച്ചായിരുന്നു സ്ഥാപനം തട്ടിപ്പ് നടത്തിയിരുന്നത്. യു എ പൗരത്വ നിയമത്തിൽ അടുത്തിടെ വരുത്തിയ ഭേദഗതിക്ക് വിരുദ്ധമാണ് ഇത്തരം വാഗ്ദാനം. നിയമപ്രകാരം പൗരത്വ അപേക്ഷയ്ക്ക് പ്രത്യേക ഫീസ് നൽകേണ്ടതില്ല. 2021 പ്രഖ്യാപിച്ച ഭേദഗതി പ്രകാരം നിക്ഷേപകർ, ഡോക്ടർമാർ, ശാസ്ത്രജ്ഞർ, ഗവേഷകർ, സൃഷ്ടിപരമായി കഴിവുള്ളവർ, പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്തുന്നവർ, അവരുടെ കുടുംബങ്ങൾക്ക് പൗരത്വം നൽകുമെന്ന് യു എ മന്ത്രിസഭ പ്രഖ്യാപിച്ചിരുന്നു. ഇത്തരം തട്ടിപ്പുകൾക്കെതിരെ കർശന നടപടിയെടുക്കുമെന്നും സാമ്പത്തിക വകുപ്പ് അധികൃതർ അറിയിച്ചു. ദുബായ് കൺസ്യൂമർ ആപ്പ് വഴിയോ 6005455555 എന്ന നമ്പറിലോ വെബ്സൈറ്റ് വഴിയോ പൊതുജനങ്ങൾക്ക് തട്ടിപ്പുകൾ റിപ്പോർട്ട് ചെയ്യാവുന്നതാണ്. അതേസമയം യു എ ജനസംഖ്യയുടെ 50%-ലേറെ പേർ COVID-19 വാക്സിൻ സ്വീകരിച്ചതായി ആരോഗ്യ പ്രതിരോധ മന്ത്രി അബ്ദുൾ റഹ്മാൻ അൽ ഒവൈസ് പറഞ്ഞു. ഏതാണ്ട് 52.46% പേർ വാക്സിൻ എടുത്തു. 70%-ലേറെ പ്രായമായവർക്കും ദുർബല വിഭാഗങ്ങൾക്കും വാക്സിൻ നൽകിയിട്ടുണ്ട്. രാജ്യത്തൊട്ടാകെയുള്ള 205 കേന്ദ്രങ്ങളിലൂടെ ഇതുവരെ 70 ലക്ഷം ഡോസ് വാക്സിനാണ് വിതരണം ചെയ്തത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 89,746 ഡോസ് വാക്സിൻ കൂടി നൽകിയതായും അധികൃതർ അറിയിച്ചു. യു എയിൽ 2018 പുതിയ കോവിഡ് കേസുകൾ കൂടി സ്ഥിരീകരിച്ചു. 4 പേർ കൂടി രോഗം ബാധിച്ചു മരിക്കുകയും ചെയ്തു. 2651 പേർ കൂടി രോഗമുക്തി നേടിയതായും ആരോഗ്യ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ആകെ മരണം 1406 ആണ്. ആകെ വൈറസ് ബാധിച്ചത് 4,30,313 പേരിലാണ്. 4,10,736 പേരും രോഗമുക്തി നേടി. നിലവിൽ 18,171 പേർ ചികിത്സയിലുണ്ട്. പുതിയതായി 2,08,085 പേർക്ക് കോവിഡ് പരിശോധന നടത്തിയതോടെ രാജ്യത്തെ ആകെ പരിശോധന 34 ദശലക്ഷം കവിഞ്ഞു.